Hi, welcome to our YouTube channel. This is Vimal Kallat from Moto. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് AGV എന്ന് പറയുന്ന മോഡൽസ് ആണ്. ഇത് പ്രത്യേകിച്ച് പരിചയപ്പെടുന്ന ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അതിൻ്റെ മോഡൽസും ഫീച്ചേഴ്സും നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അവർക്ക് വരുന്ന എൻട്രി ലെവൽ മോഡലാണ് K1 എന്ന് പറയുന്ന സീരീസാണ് അവരുടെ എൻട്രി ലെവൽ മോഡൽ വരുന്നത്. അതിൽ വരുന്ന മോഡൽ എൻട്രി ലെവലായിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വരുന്നത് ബ്ലാക്ക് ആണ്. പ്ലെയിൻ ബ്ലാക്ക് സീരീസാണ് അവിടെ സ്റ്റാർട്ടിങ് വരുന്നത്. അത് 13,500 ആണ് MRP വരുന്നത്. K1 ആണ് സീരീസിൻ്റെ നെയിം. പിന്നെ ഇവർക്ക് തന്നെ ഗ്രാഫിക്സിൽ രണ്ട് സെക്ഷൻസ് അവൈലബിൾ ആണ്. 15,500 ഒരു പ്രൈസ് റേഞ്ച് വരും, പിന്നെ വരുന്നത് 18,500. അങ്ങനെ രണ്ട് പ്രൈസ് റേഞ്ച് അവർക്ക് അവൈലബിൾ ആണ് ഗ്രാഫിക്സ്. അതിന് ഗ്രാഫിക്സ് വരുന്നത് നമുക്ക് 40 എഡിഷൻസ് ഒക്കെ വരുമ്പോൾ 18,500 വരും. അല്ലാത്ത മോഡൽസ് ജസ്റ്റ് സ്ട്രൈപ്സ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ഒക്കെ വരുമ്പോഴത്തേക്കും 15,500 ആണ് MRP. ജസ്റ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പെട്ടെന്ന് നോക്കാം. പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്കും വൈസ് ഇൻബിൽഡ് പ്ലെയിൻ വൈസറാണ് വരുന്നത്. പിന്നെ നമുക്ക് പിൻ ലോക്ക്, ആൻറ്റി ഫോഗ് സെറ്റ് ചെയ്യാനുള്ള പിൻ ലോക്ക് വൈസറിൽ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങി സെറ്റ് ചെയ്യാമെന്നുള്ളൂ. പിന്നെ വൈസർ വരുന്നത് സ്ക്രാച്ച് അസിസ്റ്റൻ്റ് വൈസറാണ്. UV പ്രൊട്ടക്ഷൻ ഉണ്ടാവും വൈസറിന്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഓൾറെഡി 2 എയർ വെൻസ് വരുന്നുണ്ട്, 3 എയർ വെൻസ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ലോഗോയിങ്ങും ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇതിൽ തന്നെ ഒരു ലോഗോയിങ് വരുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് K1 സീരീസിലുള്ള അവൈലബിൾ ആയതാണ്. K3 അവൈലബിൾ അല്ല അതിനകത്ത്. ജസ്റ്റ് ഒരു സ്പോയിലർ വരുന്നുണ്ട് ബാക്കിൽ. അതാണ് ഇങ്ങനൊരു ഷാർപ്പനായിട്ടൊരു സ്പോയിലർ വരുന്നുണ്ട് ബാക്ക് സൈഡിൽ. പിന്നെ ഇതിൻ്റെ വെയിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1580 +or 50 grams ആണ്. ±50 grams ആണ് വരുന്നത്. 1580 ആണ് ബേസിക്കലി വെയിറ്റ് വരുന്നതിൻ്റെ. പിന്നെ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം നമുക്ക് എങ്ങനെ നോക്കാം. ലോക്കിംഗ് വരുമ്പോൾ ഡബിൾ ഡീറിങ് തന്നെയാണ്. ഡബിൾ ഡീറിങ് ലോക്കിംഗ് സിസ്റ്റം തന്നെയാണ് ഇതിനകത്ത് വരുന്നവർക്ക്. നമുക്ക് ഇൻബിൽഡായിട്ട് വരുന്ന ഡബിൾ ഡീറിങ് ലോക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. പിന്നെ ഇതൊക്കെയാണ് ബേസിക്കലി ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഇതിനോട് പോയിൻറ്റഡ് ഷെല്ലാണ്, ഇതിനോട് ഷാർപ്പണായിട്ട് ഇതിനോട് പോയിൻറ്റഡ് ആയിട്ടുള്ള ഷെല്ലാണ് വരുന്നത്. ഇതിനോട് ഷാർപ്പായിട്ടാണ് ഷെൽ ഡിസൈൻ വരുന്നത്. അവരുടെ നെക്സ്റ്റ് മോഡലാണ് ഇനി K3 എന്ന് പറയുന്ന സീരീസ്. അതിൻ്റെയും സ്റ്റാർട്ടിംഗ് മോഡൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെയും സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് തന്നെയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് റേഞ്ച് വരുന്നത്. അത് MRP വരുന്നത് 18,500 ആണ് അതിൻ്റെ MRP. എന്ന് വെച്ചാൽ പ്ലെയിൻ ബ്ലാക്കിൻ്റെ MRP 18,500 ആണ്. അതിൻ്റെ ഗ്രാഫിക്സ് വരുമ്പോൾ നമുക്ക് രണ്ട് റേഞ്ചാണ് മറ്റതുള്ള പോലെ തന്നെ. ഒന്ന് 22,500 ഒന്ന് 25,500. അങ്ങനെ രണ്ട് റേഞ്ചാണ് അവർക്ക് ഗ്രാഫിക്സിനകത്ത് K3യിലുള്ളത്. അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് വൈസർ വരുമ്പോൾ നമുക്ക് മറ്റതുപോലെ തന്നെ പ്ലെയിൻ വൈസറാണ്. വൈസർ സ്ക്രാച്ച് അസിസ്റ്റൻ്റ് ആണ്. പിന്നെ UV വൈസറും കൂടിയാണ് വരുന്നത്. പിന്നെ അതുകൊണ്ട് പിൻ ലോക്ക്, ആൻറ്റി ഫോഗ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ എയർ വെൻസ് വരുമ്പോഴും ഇവർക്ക് ഫ്രണ്ടിൽ ഇവിടെ രണ്ടെണ്ണം സെൻറ്ററിലാണ് എയർ വെൻറ്റ് വരുന്നത്, ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ലോഗോയിങ്ങും AGയുടെ ഒരു സിമ്പിൾ ലോഗോയിങ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ നോക്കാൻ നേരത്ത് ഇന്നർ വൈസർ വരുന്നുണ്ട്. നമ്മൾ K1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ വൈസർ വരുന്നുണ്ട് ഈ മോഡലിൽ. K1 ഇന്നർ വൈസർ ഉണ്ടാവില്ല, സിംഗിൾ വൈസറാണ്. ഇതിനകത്ത് ഇന്നർ വൈസർ വരും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. പിന്നുള്ളൊരു വേറെ ഫീച്ചർ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർപ്പ് റേറ്റഡ് 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടാവും. നമുക്ക് ഷാർപ്പ് റേറ്റിംഗിൽ 4 സ്റ്റാർ റേറ്റഡ് ആയിരിക്കും ഹെൽമെറ്റ്. പിന്നെ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം നമ്മൾ നോക്കുമ്പോൾ ഡബിൾ ഡീറിംഗ് അല്ല, അതാണ് K1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് വരുന്നത്. നമുക്ക് നോർമൽ ക്ലിപ്പ് ലോക്കിംഗ് ആണ് വരുന്നത്, ഡബിൾ ഡീറിംഗ് അല്ല വരുന്നത്. അത് നമ്മൾ യൂറോപ്യൻ എഡിഷൻസിലൊന്നിനും നമുക്ക് ഡബിൾ ഡീറിംഗ് വരുന്നില്ല. K3യിൽ ഡബിൾ ഡീറിംഗ് വരുന്നില്ല. പിൻ ലോക്ക് മീൻസ് ജസ്റ്റ് ക്ലിപ്പ് ലോക്കിംഗ് ആണ് വരുന്നത്. ഇതിനകത്ത് വേറൊരു ഇത് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ AGVയുടെ K3 പർച്ചേസ് ചെയ്യാനായത് അതിനുള്ള ബോക്സിൽ തന്നെ നമുക്കൊരു AGVയുടെ ആൻറ്റി ഫോഗ് ഫ്രീ ആയിരിക്കും. പിൻ ലോക്ക് നമുക്ക് ആൻറ്റി ഫോഗ് സെപ്പറേറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്കത് ഇതിൻ്റെ ഒപ്പം ബോക്സിനൊപ്പം തന്നെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതാണ് ഇതിനകത്ത് വേറൊരു ജസ്റ്റ് ഒരു ഫീച്ചറായിട്ട് വരുന്നത്. നമുക്ക് ഇതിനൊപ്പം K3 വരുമ്പോൾ ഗ്ലോസി ബ്ലാക്ക് നമുക്ക് 18,500, മാറ്റ് ബ്ലാക്ക് K3യിൽ 19,500 വരുന്നത്. ഫീച്ചേഴ്സൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ ഇത് മാറ്റ് ബ്ലാക്ക് ആയിരിക്കും 19,500 വരും. ഇത് നമ്മൾ K1 കമ്പയർ ചെയ്യുമ്പോൾ K1ൻ്റെ മാറ്റ് ബ്ലാക്ക് 14,500 ആയിരിക്കും K1ൻ്റെ മാറ്റ് ബ്ലാക്ക്. പിന്നെ ജസ്റ്റ് പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ K1 ആണ് നമുക്ക് സ്പോയിലർ വരുന്നത്. ബാക്കിൽ സ്പോയിലർ K1 വരുന്നുള്ളൂ. K3 സ്പോയിലർ വരുന്നില്ല, ജസ്റ്റ് ഒരു റൗണ്ട് ഷെല്ലാണ് ബാക്കിൽ വരുന്നത്. ഇതാണ് അതിൻ്റെ ഷെൽ ഡിസൈൻ, ഓൾമോസ്റ്റ് ഇതാണ് വരുന്നത്. അതിപ്പോൾ K3 എല്ലാ ഷെൽ ഡിസൈൻസും ഇത് തന്നെയാണ്.